ചിലരുണ്ട് പണമുള്ള സമയത്ത് ആഡംബരം കാട്ടി കുറേ ടൂറടിച്ച് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്ത് കാണുന്നവർക്കൊക്കെ കൊടുത്ത് കുറേ തുണിയും വാങ്ങിച്ച് കൂട്ടി ആഡംബരം കാട്ടി അങ്ങ് നടക്കും. എന്നിട്ട് വയസ്സാം കാലമാകുമ്പം കയ്യിലൊരു 5 പൈസ ഉണ്ടാവില്ല. കുടുംബത്താര് കിടക്കുന്നു അവരുടെ തലയിലാവും. പിന്നെ എനിക്കൊരമ്മ ഉണ്ടായിരുന്നു. അയാൾക്ക് പണത്തിൻ്റെ കൊഴുപ്പിൻ്റെ ഒരു രാജാവായിരുന്നു. പണം ഉള്ള സമയത്ത് ഭയങ്കര ആഡംബരമായിരുന്നു. അയാൾ വീട് വയ്ക്കുന്നതും വീട് പുതുക്കി പണിയുന്നതും ഒക്കെ മാത്രമല്ല, അയാൾക്ക് കക്കൂസി പോകണമെങ്കിൽ ക്ലോസറ്റിന് വരെ 50,000 രൂപ ക്ലോസറ്റിൽ പോകൂ, എന്നാലേ തൂറ്റിൽ വരൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളായിരുന്നു. അയാൾക്കൊരു 10-70 വയസ്സായപ്പം പെൻഷന് വേണ്ടി എഴുതി കൊടുക്കാനൊക്കെ അവിടുത്തെ മെമ്പറൊക്കെ പറഞ്ഞപ്പം അയാൾക്ക് സർക്കാരിനെയൊക്കെ പുച്ഛം. സർക്കാരിൻ്റെ പൈസയൊന്നും വേണ്ട, എനിക്ക് ജീവിക്കാൻ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നവനാണ്. എങ്ങനെയൊക്കെ ഞാൻ നിർബന്ധിച്ച് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി കുറേ വില്ലേജിലും പഞ്ചായത്തിലും താലൂക്കിലും ഒക്കെ പോയി ഇയാൾക്ക് എല്ലാ വണ്ടികളും എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി കൊടുത്തു. ഇയാൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ മാത്രമാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇപ്പം എന്തായി? ഇപ്പം വയസ്സാം കാലത്ത് ജോലിയും കൂലിയൊന്നും ഇല്ലാതായപ്പം ഈ ഒരു പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഉള്ള കാലത്ത് കുറച്ചെങ്കിലും സ്വരൂപിച്ച് വയ്ക്കുക, അത് കൂടുതൽ ആഡംബരം കാണിക്കാതെ കുറച്ച് സ്വരൂപിച്ച് വയ്ക്കുക. സർക്കാരിനെ കുറ്റം പറഞ്ഞ് സർക്കാരിൻ്റെ ഒരു മണ്ണാങ്കട്ടയും വേണ്ടാന്ന് പറഞ്ഞവനാണ് ഇപ്പം ഓരോ മാസവും കാത്തിരിക്കുന്നത് പെൻഷന് വേണ്ടി. അതാണ് മനുഷ്യൻ.